അച്ഛൻ ആക്സിഡന്റ് ആയപ്പോ പിന്നെ ആഹാരം കഴിപ്പ് മുട്ടി പോകുന്നുള്ള പേടി. സാറാ ചാക്കോ ഇവരുടെ റീലും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് അറിയാം അവരെ നല്ല രീതിയിലൊക്കെ. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു വിഷയം കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടേ ഈ ഒരു റീല് ഞാൻ വിഷയത്തിലോട്ട് വരാം. ഈ ഒരു റീൽ ഒന്നും കൂടെ വെക്കാവേ. ഈ റീലിന്റെ താഴെ ഈ പറയുന്ന സാറേ മോശമായിട്ടുള്ള രീതി കുറേ ആൾക്കാർ വന്ന് കമന്റ് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാർ നല്ലൊരു വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു. 30 ദിവസത്തിനുള്ളിൽ വന്ന് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നിന്നെയൊക്കെ അങ്ങ് തൂക്കിക്കളയുമെന്ന് പറഞ്ഞു. കുറെ എനിക്ക് തോന്നുന്നു അത് പറഞ്ഞതിന് ശേഷം വന്ന കമന്റ് ബോക്സ് ഒക്കെ കമന്റ് വന്ന് ഡിലീറ്റ് ചെയ്തിട്ട് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിട്ട് പോയെന്ന് തോന്നി. ഈ ചിലവന്മാരുണ്ട്, പല തന്തയ്ക്ക് വർക്കാത്തവന്മാരുണ്ട് ഈ ഫേസ്ബുക്ക് പോട്ടെ ഫേക്ക് അക്കൗണ്ടിൽ കൂടെ വന്നിട്ട് ഈ പറയുന്ന കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നത്. ഇത് ഇന്നലെ തുടങ്ങിയൊന്നുമല്ല. കാരണം നട്ടലില്ലാത്തവന്മാരും ഉറപ്പില്ലാത്തവന്മാരും ഇങ്ങനെ സത്യം പറഞ്ഞത് സ്വന്തം ഐ ഡി ഇല്ലാതെ ഇതുപോലെ ഫേക്ക് അക്കൗണ്ടിൽ കൂടെ വന്നിടും. ഇപ്പൊ യൂട്യൂബേഴ്സ് വെച്ചാൽ ചിലവന്മാരൊക്കെ ഉണ്ട്, ഒരുപാട് ഫേക്ക് അക്കൗണ്ട് ഉണ്ട്. അതിൽ കൂടെ വന്നിട്ട് കുത്തിത്തിരിപ്പ് കമന്റുകൾ ഉണ്ടാക്കും, വന്നിട്ട് തെറി വിളിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഇത് കാണുമ്പോൾ ഒരു ഹരമായിട്ട് കൊള്ളുന്ന ചില നാറികളും ഉണ്ട്. ഈ യൂട്യൂബേഴ്സ് ഉള്ളവരൊക്കെ തന്നെ. ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയുള്ളൂ. കാണുന്നവർക്ക് കൊള്ളും, ഈ വീഡിയോ കാണുന്നവർക്ക് കൊണ്ട് കാണുമായിരിക്കും ആരാണ്. ഓക്കെ, അപ്പോൾ അതിനൊരു മറുപടിയായിട്ട് ഈ പറയുന്ന സാറ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു വീഡിയോ വെക്കാം. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ചാച്ചൻ എന്ന് പറയുന്ന ഹസ്ബൻഡ് പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. പുള്ളിക്കാരന് ചെറിയൊരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ പറ്റുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പം എനിക്ക് തോന്നുന്നു 2-3 ദിവസമായി തോന്നുന്നു ആ ഒരു വീഡിയോ ഉണ്ടപ്പോൾ. അതായത് 2-3 ഇന്നലെ മെനഞ്ഞാന്ന് നോക്കണ്ട ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പുള്ളി ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. പക്ഷേ ചില ആൾക്കാർക്ക് ഓവറായിട്ട് തോന്നാം, ചളിയായിട്ട് തോന്നാം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം. എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഞാൻ എൻ്റെ സന്തോഷം നോക്കട്ടെ. നിങ്ങളുടെ സന്തോഷം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ പറയാൻ. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് നിങ്ങൾ തന്നെ പറയാം. ഇപ്പോൾ വീഡിയോസ് കാണുന്നവർ തീർച്ചയായിട്ടും കമന്റ് ഇടേണ്ട ഒരു കാര്യമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു സബ് ചെയ്യുക, ലൈക്ക് ഒന്ന് ലൈക്ക് ചെയ്യടി. പിന്നെ ഹൈപ്പും കൂടെ കൊടുത്തോ. കമന്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരുടെ ബ്ലോഗ് ഇഷ്ടമാണോ എന്നൊന്ന് കമന്റ് ഇടണം. എനിക്കിഷ്ടമാണ് സീരിയസ്ലി. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ പെൺകുട്ടികളായി ഇങ്ങനെ വേണമെന്ന് കാണിച്ചു തരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് അതിലോട്ടൊന്ന് പോവാം. ചാച്ചൻ്റെ പാട്ടൊന്നും കൂടെ ഒന്ന് വെക്കാം. ചാച്ചോ ഓക്കെ. അടിയിൽ വന്ന കമന്റുകളാണ് ഈ കാണുന്നതെല്ലാം. അപ്പം ഞാനും ഒന്നും ചോറ് തന്നെയാണേ. അപ്പൊ എനിക്ക് മനസ്സിലാവും ഇത് ഒരുത്തൻ തന്നെ ഈ ഐ ഡി പലതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവൻ തന്നെ പോസിറ്റീവായിട്ടും പറയുന്നു, നെഗറ്റീവായിട്ടും പറയും. അങ്ങനെ കുറെ നാളുകളുണ്ട്. സീരിയസ്ലി ഞാൻ പറയാലോ, നമ്മുടെ കൂട്ടത്തിലുള്ളവരാണെങ്കിൽ പോലും ഓരോ കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പറഞ്ഞിട്ട് നമ്മുടെ താഴെ വന്ന് കമന്റ് ഇടും. എന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, മോനെ ഡാനി നീ ഇത് കണ്ടോടാ, ഇത് കണ്ടോ, ഇങ്ങനെ പറയുന്നത് കേട്ടില്ലേ എന്നുള്ള രീതിയില്ല. നമ്മൾ ആ ഒരു ചെവി കൊണ്ട് കളയുകയും ചെയ്യും. കമന്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് 1, 2, 3, 4, 5 വട്ടമൊക്കെ അതിന് ശേഷം വന്നപ്പോൾ ഞാൻ അതിനൊരു മറുപടി കൊടുത്തായിരുന്നു. ഈ അയച്ചു തന്ന ആൾക്ക് എനിക്ക് അത്രയും ബൂസ്റ്റ് അല്ലേ ഈ ഒരു കമന്റ് വന്നു കഴിഞ്ഞാൽ ആ കമന്റിന്റെ താഴെ മറുപടി വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ റീച്ച് കിട്ടുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് 5 മിനിറ്റുള്ള കമന്റ് അങ്ങ് മാഞ്ഞു പോയി. അങ്ങനെ 2-3 കേസ് കേട്ടുണ്ട്. നമുക്കറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും ഇതുപോലെ വന്നിട്ട് ഇമ്മാതിരി അവതാരം എന്താടാ നിനക്ക് തെറ്റ് പറ്റുന്നുണ്ടല്ലോ അപരാധം എഴുതി പിടിപ്പിക്കുന്നത്. എന്തോ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഗൈസ് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും പറയാം, ഞാൻ ഗിവ് അവേ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഡാനി സത്യൻ MS എന്ന് പറഞ്ഞ് എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം അതിനകത്ത് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ ആണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കും കൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് താഴെ വെച്ചേക്കാം. എല്ലാവരും ആ ഗിവ് അവേ അറ്റൻഡ് ചെയ്തേക്കണം. എൻ്റെ ആദ്യത്തെ സംഭവമാണ്. നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് നല്ല അടിപൊളി പ്രൈസും കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് പങ്കെടുത്തേക്കണം. ഞാൻ ഇതിൻ്റെ കൂടെ അതും കൂടെ അങ്ങ് പറഞ്ഞേക്കാം. ഞാനങ്ങ് പറയാൻ പറ്റും. ഇനി 7 ദിവസം കൂടെ ഉള്ളൂ. ഓക്കെ, നമുക്ക് സാറാ പറ. പക്ഷെ എന്റെ വിഷയമൊന്നുമല്ല, ഇത് ഇട്ടതാണെങ്കിലും പെണ്ണാണെങ്കിലും 30 ദിവസം, അതായത് 1 മാസം ഞാൻ സമയം തരും. ഇതിനുള്ളിൽ ഈ ഇട്ടിരിക്കുന്ന കമന്റുകൾ ഡിലീറ്റ് ആയിട്ടില്ല എങ്കിൽ സാധാരണ ഒരു പെണ്ണ് പറയുന്ന പോലെയോ അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തി പറയുന്ന പോലെയോ ഇത് കണക്ട് ചെയ്യരുത്. ഞാൻ എവിടെയാണോ അവിടെ വന്ന് തൂക്കിയിരിക്കും. തൂക്കാന്ന് പറഞ്ഞത് ഞാൻ മാസടിക്കുമല്ല. നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്നതിനൊരു എല്ലാത്തിനും ഒരു മര്യാദ വേണോടാ. ഈ വെടി എന്ന് പറയുന്ന വാക്ക് ഒരു ചെറുതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കുട്ടിയെ സംബന്ധിച്ച് മാത്രമല്ല, ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. ഇപ്പൊ നമ്മുടെ വീട്ടിലെ വല്ല പെണ്ണുങ്ങളെ വല്ല പറഞ്ഞിരുന്നെങ്കിൽ അവൻ്റെയൊക്കെ ചാക്കാലയായിരുന്നു. കൈ കിട്ടിയ ഉറപ്പാണ്. കുതിര തല്ലി നമ്മളെ അറിയോ, അവൻ്റെയൊക്കെ അമ്മയുടെയൊക്കെ മുന്നിലിട്ട് അമ്മാതിരി പൊട്ടിക്കണം. ഞാൻ സീരിയസ് ഇങ്ങനെ പറയുന്ന അമ്മമാരെ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ മുൻ നിർത്തി ചോദ്യം ചെയ്തിട്ട് വേണമെങ്കിൽ 2 പൊട്ടിക്കണം. അതാ വേണ്ടത്. ചെരിപ്പൂരി തല്ലണം. പിന്നെ ഒരിക്കലും അമ്മമാരിങ്ങനെ സംസാരിക്കത്തില്ല. ഞാനൊരു കല്യാണം കൂടെ കഴിഞ്ഞൊരു പെൺകൊച്ച. എനിക്കിപ്പോൾ 22 വയസ്സ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 4 മാസം കൂട്ടിക്കും. കല്യാണത്തിന് മുന്നേ ഒരു 2 വർഷം ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് ലിവിങ്ങിലായിരുന്നു. ഇതിന് മുമ്പ് ഒരു 3 വർഷം ഞാൻ ECR പഠിക്കുമായിരുന്നു കോളേജിൽ. അതിന് ബാക്കിലോട്ട് 2 വർഷം, കാരണം എൻ്റെ +2 കാലഘട്ടം, 1 തൊട്ട് +2 വരെയുള്ള കാലഘട്ടം ഞാൻ എൻ്റെ അപ്പൻ്റെ കൂടെ വന്നിട്ട് സ്കൂളിൽ പോകുന്ന സമയമാണ്. ആകെപ്പാടെ എനിക്ക് 22 വർഷം. കണക്ക് കൂട്ടി വരുമ്പോൾ കണക്കുകൾ ശരിയാവുന്നില്ലല്ലോ. ഇതിനിടയ്ക്ക് എപ്പോഴാണ് ഞാൻ നീ പറഞ്ഞ കാര്യത്തിൽ പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മര്യാദയ്ക്ക് കഞ്ഞിയും കറിയും കളിച്ചു പോലും എനിക്ക് ഇതുവരെ സമയം മതിയെത്തില്ല. അപ്പോഴാണ് എൻ്റെ അമ്മയുടെ അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയുവാണ്, ഈ ഇട്ടിരിക്കുന്ന കമന്റ് നീ 30 ദിവസത്തിനുള്ളിൽ ഡിലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ 30 ദിവസം പോലും ഞാൻ നിനക്ക് തരുന്ന ദാനമായിട്ട് നീ കൂട്ടിക്കണം.
കാരണം എന്നെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമല്ല. ഈ 30 ദിവസത്തിനുള്ളിൽ നീ ഇത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവർ വന്ന് കരഞ്ഞു മെഴുകി ഇനിയിപ്പോ നീ ആത്മഹത്യക്ക് നിൽക്കുവാന്ന് പറഞ്ഞാൽ പോലും വിത്ത് നിന്റെ ഫേസുമായിട്ട് ഞാൻ ഈ വീഡിയോ റിവീൽ ചെയ്യും. അത്രേ ഉള്ളൂ. അന്തസ് അതാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ അതാണ് വേണ്ടത്. ഈ ഒരു കാര്യത്തിൽ നമ്മളൊരു മുന്നോട്ടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയണ്ടേ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് വിട്ട് കളിക്കരുത്. സീരിയസ്ലി നമ്മൾ ഈ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ലൈഫിൽ ഭയങ്കര ബോറായിരിക്കും. നമ്മൾ പണ്ട് കണ്ട് ബഹുമാനിച്ച ഒരു വ്യക്തികളും പിന്നെ ബഹുമാനിക്കത്തില്ല. അനുഭവം കൊണ്ട് ഞാൻ പറയുവാണ് സീരിയസ്ലി. കാരണം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ തലയിലോട്ട് വരുമ്പോൾ നമ്മൾ ആ പഴയ രീതിയും പഴയ എന്താ പ്രൗഡിയും അതും ഇതൊക്കെ അങ്ങ് വിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആൾക്കാർ മൊണ്ണയായിട്ട് കാണും. പറഞ്ഞു മനസ്സിലായോ? എന്നെ അങ്ങനെ ഒരു വട്ടം ഒരു ചെറിയൊരു വിഷയത്തിൽ അങ്ങനെ വേണമെന്ന് കരുതിയായിരുന്നു. ആ ഒരു സമയത്ത് ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് മനസ്സിലായിരുന്നു ഇതിനൊരു മാറ്റം ഇല്ലെന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് എന്താ പറയുക, ഉള്ള സമയത്ത് നല്ല ആറ്റിറ്റ്യൂഡായിട്ട് നല്ല പക്കയായിട്ട് നിൽക്കുക. നമ്മൾ എങ്ങനെയാണോ പണ്ട് ജീവിച്ചത് അതുപോലെ തന്നെ ജീവിക്കുക. അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ വീട്ടുകാർക്ക് വേണ്ടി സൂര്യനാരായണ ആവാൻ നോക്കിയാൽ അവസാനം ഓരോ തോന്മാരെ തലയിൽ കയറി നിരങ്ങത്തേ ഉള്ളൂ. ഞാൻ ഈ അടുത്ത സമയത്താണ് ഇതൊക്കെ പഠിച്ചത്. അടുത്തെന്ന് വെച്ചാൽ ഒരു മാസം മുമ്പാണ് ഇത് പഠിച്ചത്. എന്നിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നല്ല വെച്ചല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവരുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ. അടിപൊളിയായിട്ടുണ്ട്. സത്യം പറയാലോ, ഞാനിപ്പം ഫോളോ ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ. അയ്യോ, ഇനി ആൾക്കാർ ഇനി വളച്ചൊടിക്കരുത്. ഇനി അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മറ്റേ പറഞ്ഞു അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവരുടെ ബ്ലോഗും കാര്യങ്ങളും ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. ഇത് സബ് ചെയ്യാത്തവരെല്ലാവരും ഫോളോ ചെയ്യാത്തവരെല്ലാവരും പോയി ഒന്ന് ഫോളോ ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് സംഭവം ഉണ്ടെങ്കിൽ എന്താ പറയട്ടെ, കുറേ ചിരിക്കാനുള്ളതുണ്ട്. പുള്ളിയുടെ സംസാര രീതിയാണെങ്കിലും പിന്നെ ഈ അടുത്ത സമയത്താണെങ്കിൽ തന്നെ ഈ വണ്ടി റോഡിൽ കൊണ്ടുവന്ന് ഫോണൊക്കെ വെച്ചിട്ട് വണ്ടിയിലൊക്കെ അവിടെ ചുറ്റിക്കറങ്ങി വ്ളോഗൊക്കെ എടുക്കുന്നതൊക്കെ കാണണം. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു. മാനസിക രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് കേൾക്കും. ഇതൊക്കെ എങ്ങനെയാണ് പറ്റുന്നത്? ആൾക്കാർ ഈ ഡ്രസ്സിന്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാൻ. നല്ല ഡ്രസ്സാണ്, ഗൈസ്, നല്ല കംഫർട്ടാണ്, നമുക്ക് ചാടിത്തുള്ളി നടക്കാം. ഓക്കെ ബൈ. നീ ലിങ്കിന്റെ പ്രൊമോഷൻ നടത്തിയാണോ? ഇത്രയൊക്കെ ബിൽഡപ്പ് വന്നിട്ട് അവസാനം പുള്ളിക്കാരി ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും. 30 ദിവസം ഈശ്വര സൂം കുറയ്ക്കട്ടെ, ഒരു മിനിറ്റ് 30 ദിവസം അവനെ ഞാൻ കൊടുത്തിട്ട് ആ 30 ദിവസം ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. അവന് ഉറങ്ങാൻ പറ്റാത്ത 30 രാത്രിയാണ്. എത്ര ദിവസം കൊണ്ട് തീർക്കണമെന്ന് അവനോ അവളോ തീരുമാനിക്കട്ടെ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരുടെ കമന്റും കാര്യങ്ങളൊക്കെ. അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ വേണം. ചെറ്റകളെ വെറുതെ വിടരുത്. സീരിയസ്ലി. ഇനി നമുക്ക് ചാച്ചൻ്റെ, എൻ്റെ പൊന്നോ പാവം പിടിച്ച ചാച്ചൻ, ആ ഒരു വ്ളോഗ് കണ്ടിട്ട് വരാം. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഹോസ്പിറ്റലിലെ സംഭവമാണ് കേട്ടോ. ഹോസ്പിറ്റലിലെ സംഭവമാണ് ആദ്യമായിട്ട് ഞാൻ ഇവിടെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് പറഞ്ഞുകൊണ്ട് ആക്സിഡന്റ് പറ്റാൻ പോകുന്നത്. അമ്മയും കൂടെ കഴിഞ്ഞ ദിവസം വയനാട്ടിലോട്ട് പറഞ്ഞു വിട്ട് മാത്രമേ എനിക്കും ചാച്ചനും ഓർമ്മയുള്ളൂ. വീട്ടിൽ തിരിച്ചു വെക്കലെന്ന് പറഞ്ഞാൽ നേരെ പറമ്പിലോട്ട് ഇറങ്ങി. വീട് തിരിക്കലെന്ന് പറഞ്ഞുകൊണ്ട് പറമ്പിൽ ഇറങ്ങി ചരിക്കും. മുണ്ടും പിണ്ടിയും വെട്ടി കൊലയും തൂക്കിട്ട് നേരെ പോയത് വേണ്ട. പിന്നെ ഇങ്ങോട്ടത്തേക്ക് വീട് ഞാൻ നോക്കുമ്പോൾ വാഴക്കൊലയായിട്ട് പോയി ഇറക്കാൻ പിന്നെ ഇങ്ങനെ വീട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ ആലോചിച്ച് വാഴക്കൊലയായിട്ട് പോയപ്പോൾ ആദ്യം കണ്ടപ്പോൾ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തത്. പിന്നീടാണ് ആക്സിഡന്റ് ആണെന്ന് മനസ്സിലായത്. പറ്റത്തോടെ നേരെ റോഡിൽ പോയി ചരിഞ്ഞു. വയനാട്ടിൽ നേരെ തിരിച്ചെത്തേണ്ട ജയവാറിലേക്ക് തിരിച്ചെത്തി. നല്ല ചക്കരമുണ്ടം പോലിരിക്കുന്നു. ചരിഞ്ഞതൊരു 3 ലക്ഷം ചക്കരം എന്തോ, എനിക്ക് ഇവിടെ ലാംഗ്വേജ് ഒന്നും അറിയത്തില്ല. പിന്നെ ഇതിനകത്ത് അവർ വയനാട് എന്നൊക്കെ പറയുന്നുണ്ട്. വയനാട് എന്ന് പറഞ്ഞാൽ ഞാനും വയനാടുമായിട്ട് ഭയങ്കര ബന്ധമുള്ളൊരു ഇതാണ്. വയനാട് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സ്നേഹമാണ് വയനാട് എന്ന് പറയുമ്പോൾ. കാരണം അതങ്ങനെ ആ കഥ ഇവിടെ പറയുന്നില്ല. ബാക്കി പറ. രൂപയുടെ ചരിവാണ് ചരിഞ്ഞത് കേട്ടോ. അവസാനം ഐസിയിലൊക്കെ കയറ്റി എല്ലാവരും കഥ പറച്ചിലൊക്കെ തുടങ്ങി. അമ്മ ഇതിന്റെ ഇടയ്ക്ക് തന്നെ കഥാപ്രസംഗം ഒക്കെ ഇവിടെ നടത്തുന്നു. അങ്ങനെ ചാച്ച തിരിച്ചിറങ്ങിയപ്പോൾ ഒറ്റ ചോദ്യമായിരുന്നു, മോനെ കംഫർട്ടബിൾ അല്ലേ? അങ്ങനെ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് കണ്ടില്ല, കുറച്ച് ഭാഗമേ കണ്ടുള്ളൂ. വീഡിയോ കൂടെ സംസാരിക്കാന്ന് പറഞ്ഞു. അല്ല, ഈ ഒരു പോർഷൻ കണ്ടില്ല, സോറി. അതായത് ആ കവളത്ത് ഞെക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചാ ഇതൊക്കെ എവിടുന്ന് പടച്ചോണ്ട് വരുന്നതേ അറിയാൻ പറ്റോണ്ട് പോയിക്കുക. റൂമിലോട്ട് വന്നു. ഈ കാല് കണ്ടിട്ടാണെങ്കിൽ എനിക്ക് ഡിസൈൻ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ആണെങ്കിൽ മാർക്കറും ഒന്നുമില്ല. അങ്ങനെ ഞാനൊരു ഡിസൈൻ കൊടുത്തു. അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് കുട്ടപ്പനും പെടലിയും വന്ന് ചാച്ചനെ കാണാൻ കംഫർട്ടബിൾ ആണെന്ന് അറിയണമല്ലോ. പിന്നെ ആശുപത്രി ആയാലും ഓറഞ്ചും ആപ്പിളും മസ്റ്റ് ആണല്ലോ. ചാച്ചന്റെ വിചാരം അവനെ നമുക്ക് ടൂർ കൊണ്ടുവന്നിട്ടുണ്ട്. ടി വി ആഴത്തിന് ആഹാരം വന്നവരും പോയവരൊക്കെ ഈ വീഡിയോ എടുക്കാൻ പോയി വീഡിയോ ഒന്ന് തീരുന്നത്. നമുക്ക് കഴിഞ്ഞ കാലത്ത് ഇവനെ നമുക്ക് ശത്രുത ഉള്ള പോലെ ഈ 2 കൈ വെച്ചിട്ട് ഇവന് ഇത് കഴിക്കുന്നത്. കഴിപ്പിനൊന്നും ഒരു കുറവും ഇങ്ങനെ ചില കാര്യങ്ങളോട് അവൻ നീതി പുലർത്തുന്നത് കണ്ടോ. നമുക്ക് കവർ തന്നെ പാടിച്ച് നിർത്തി വെച്ചിരിക്കുന്നു. ഇതോടെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് വേറൊരു വ്ളോഗും കൊണ്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. അപ്പം നിങ്ങൾക്ക് ഇത് എന്താ പറയാ, ഇത് ചുമ്മാ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി കേട്ടോ. കാരണം എനിക്ക് തോന്നി ഇവർ കൂടുതലും യൂട്യൂബ് അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം തോന്നുന്നു. യൂട്യൂബിൽ അവർക്കുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ് ചെയ്തായിരിക്കും.
കാരണം നമ്മുടെ യൂട്യൂബ് കാണുന്നവർക്കൊക്കെ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഒരു 2-3 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിരുന്ന് ചിരിക്കാനും ഉണ്ട്, പിന്നീട് കാണാനും നമുക്ക് തോന്നുകയും ചെയ്യും. ഈ പ്രൊമോഷനായിട്ട് വന്നതൊന്നും അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓരോ ആൾക്കാരൊക്കെ വേണമെങ്കിൽ അങ്ങനെ വിചാരിക്കും. അമ്മ ജയഭാരതി വയനാട്ടിൽ പോയി കുറച്ച് മുട്ടപ്പഴം അവിടെ നിന്ന് കൊണ്ടുവന്ന ഓർമ്മ വന്നു. അപ്പൊ പിന്നെ അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തുളിച്ച് കുറച്ച് നോക്കി, അതും എടുത്ത് അതിനകത്ത് ഒരു കുരുവും കിട്ടി. എടാ, ഈ തൊലിച്ച് പറിച്ചെന്ന് പറഞ്ഞാൽ എന്തോ സംഭവം? തൊലിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇച്ചിരി തെറി പോലുള്ള സംഭവമാണ്. നമ്മുടെ ആലപ്പുഴ ഹരിപ്പാട് ഭാഗത്ത് ഈ തൊലിച്ച് എന്ന് പറഞ്ഞാൽ അത് വേറൊരു അർത്ഥമാണ്. എനിക്കൊന്ന് ആ ഭാഗങ്ങളിലൊക്കെ തൊലിച്ചെന്ന് പറഞ്ഞാൽ അത് പൊളിക്കുക എന്നുള്ള അർത്ഥമായിരിക്കാം. എന്തുവാ നിങ്ങൾക്ക് തോന്നുന്നേ? ഇടയ്ക്ക് ചാച്ചന്റെ ട്രിപ്പ് നോക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ കഴിപ്പുണ്ട്. അങ്ങനെ അതെല്ലാം കഴിച്ച് ഇങ്ങനെ നിന്നിട്ട് ഒന്നും ആയില്ല. അപ്പം ഞാൻ വിചാരിച്ചാൽ പിന്നെ എലൈറ്റിന്റെ ബ്രെഡിന്റെ അമൗണ്ട് അതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് കഴിക്കാം. അപ്പം വയറിനും മനസ്സിനും കുറച്ച് ശമനം തോന്നി. അപ്പം ഞാൻ പിന്നെ കുറച്ച് വെള്ളവും കുടിച്ച് അതിനുണ്ടായിരുന്ന ജാമ ചാച്ചന്റെ വയറിൽ തള്ളിക്കയറ്റി സ്പൂൺ കഴുകാതെ അങ്ങനെ കിടന്ന് ഉറങ്ങി. ശേഷം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് എണീറ്റപ്പോൾ പിന്നെയും കഴിച്ചു. അപ്പോഴേ ഓർത്ത് അമ്മ ചാച്ചനെ ഓർക്കാൻ കുറച്ച് ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഒരാപ്പിൾ അവനോട് എടുത്തിട്ട് ബാക്കിയെല്ലാം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കിയിട്ട് ഞാനങ്ങ് കഴിച്ചു. ബാക്കി പറഞ്ഞാൽ ഞാൻ അവനെ വെച്ചിട്ടുണ്ട്. പിന്നെ വെളിയിലെല്ലാം കറങ്ങി ഇങ്ങനെ നടന്നു. കഴിച്ചെല്ലാം കഴിക്കാൻ വേണ്ടി വരാതെ കൂടെ ഇങ്ങനെ നടന്നപ്പോഴാണ് റൂമിൻ്റെ അകത്ത് വേറൊരു സാധനം ഇരിക്കുന്നവരെ ഞാൻ ഓർത്തത്. അതെടുത്ത് വരാതെ വന്ന ആരെ ശ്രദ്ധ പറ്റുന്നത് മനസ്സിലായപ്പോൾ കുറച്ച് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പേഷ്യൻസിനെ ബസ് സ്റ്റാൻഡിനൊക്കെ നോക്കി കഴിച്ചും കുറച്ചൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ ഇറങ്ങിപ്പോകാൻ ഇടയ്ക്ക് ഞാൻ കുറച്ച് വെള്ളം അതിൻ്റെ ഇടയ്ക്കൊക്കെ കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചാച്ചൻ്റെ കുറേ റെസിപ്റ്റും മരുന്നും എക്സ്റേ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ മനുഷ്യന്മാർ കിടക്കുന്നത് ഓറഞ്ച് എടുക്കുന്നു. അവിടെ നിന്ന് അതും എടുത്ത് നേരെ റൂമിൽ പോയി മണപ്പിച്ച് നോക്കി. വ്യാജലെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഞാൻ തുറന്നു വിളിക്കുന്നു. കണ്ണിൻ്റെ ഇടയിലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ തെണ്ണി നോക്കിയപ്പോൾ 8 എൻ്റെ അളവിൽ. അപ്പം ഞാൻ എക്സ്ട്രാ വന്നത് കഴിച്ചിട്ട് പിന്നെ ഇരുന്ന് നോക്കിയപ്പോൾ 8 തന്നെ. അപ്പോൾ അതിൽ നേരെ ആദ്യം ഒരെണ്ണം എടുത്ത് ചാച്ചൻ്റെ വായിൽ വെള്ളം വെച്ചിട്ട് ഞാൻ ബാക്കി ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. പുളി ഉണ്ടായിരുന്നു, എനിക്കത് വെച്ചിട്ടില്ല, ചാച്ചനൊന്നും പറ്റത്തില്ല. പിന്നെ ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ ഞാൻ ഉപ്പ് ബിസ്ക്കറ്റ് ഇരിക്കുന്നത്. അതിന് ഒരെണ്ണം എടുത്ത് വെച്ചിട്ട് ബാക്കി വന്നാൽ ഞാൻ ചാച്ചന് കൊടുത്തു. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനത്തെ തോന്നുന്നുണ്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട്? പുള്ളി ഓക്കെയാണ്, നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ. പിന്നെ കുറേ ആൾക്കാർ വന്നിട്ട് നെഗറ്റീവ് പറയുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ രീതി സംസാരം ഒന്നും ഇഷ്ടപ്പെടാതിരിക്കാം. 10-22 വയസ്സുള്ള കൊച്ചിന്, 10-22 വയസ്സുള്ളെങ്കിലും എന്താ പറയണ്ടേ, ഇപ്പം ഒരു ഹാപ്പിനെസ് ഉണ്ട് ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ താഴെ വന്നിട്ട് വെടി മറ്റേത് മറിച്ചത് പടക്കശാലയിൽ നിന്നും വന്ന് കമൻറ്റ് ഒന്നും ഇടരുത്. ആലോചിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. വീട്ടിലെ അമ്മ, നമ്മളെല്ലാവരും അങ്ങനെ ജനിച്ചതെന്നും കൂടെ ഒന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് ഇനി പറയുന്നൊന്നുമില്ല. ഓക്കെ, ഞാനിത് ഒറ്റ ഷോട്ടിലങ്ങ് എടുത്തങ്ങ് പോകുന്നൊരു സംഭവമാണ്. അപ്പം എന്താ പറയണ്ടേ, അല്ലെ സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും നേരത്തെയൊക്കെ എല്ലാം എഴുതി വെച്ചിട്ടായിരുന്നു സംസാരിക്കുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, എല്ലാം ഒറ്റയടിക്കൊന്ന് പറഞ്ഞു പോകാം. ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഞാൻ അത്ര ഓക്കെ ആയിട്ടല്ല എടുത്തത്, അതാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. എന്തെങ്കിലും പോരായ്മ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, അടുത്ത വീഡിയോ നമുക്ക് കറക്റ്റ് ആക്കാം. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ. അപ്പോൾ ഇവരുടെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക.